സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും ഞങ്ങളുടെ എസറ്റ് ഹോംസിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതവും നമസ്കാരവും. ഏറ്റവും സന്തോഷം നിറഞ്ഞ മുഖങ്ങളാണ് സാധാരണ എസറ്റ് ഹോംസിൻ്റെ ഫങ്ഷൻസിൽ കാണാറുള്ളത്. കാരണം ഇന്ന് നിങ്ങളുടെയൊക്കെ സ്വപ്നം പൂവണിഞ്ഞ ദിവസമാണ്. സ്വന്തമായിട്ടുള്ളൊരു വീട് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അത് ആദ്യത്തെ ആണെങ്കിലും രണ്ടാമത്തേതാണെങ്കിലും മൂന്നാമത്തേതാണെങ്കിലും വീട് തന്നെയാണ്. ആദ്യത്തെ കുട്ടിയോടും രണ്ടാമത്തെ കുട്ടിയോടും മൂന്നാമത്തെ കുട്ടിയോടും ഒക്കെ ഒരേ ഇഷ്ടം തോന്നുന്നത് പോലെ തന്നെയാണ് വീടിനോടും. ആ സന്തോഷമാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എസറ്റ് ഹോംസിൻ്റെ കുടുംബാംഗങ്ങളുടെ മുഖത്ത് കാണുന്നത്. ആദ്യമായി ഇന്ന് വീട് സ്വന്തമാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എസറ്റ് ഹോംസിൻ്റെ നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ സാധിക്കാറുണ്ട്. ഓരോ പ്രോഗ്രാമിലും ഓരോ ഇവൻറ്റിലും പുതിയ പുതിയ സർപ്രൈസുകളാണ് ശ്രീ സുനിലും സംഘവും അല്ലെങ്കിൽ ദ ടീം എനിക്ക് സമ്മാനിക്കാറുള്ളത്. ഒരുപാട് പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ളൊരു ഭാഗ്യം, ഒരുപാട് സ്നേഹമുള്ളവർക്ക് കീ കൊടുത്ത് എസറ്റ് ഹോംസിൻ്റെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന പ്രോജക്റ്റ് ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്ത സീനിയർ ഹോംസിൻ്റെ പ്രോജക്റ്റ് തന്നെയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഞാനൊരു പ്രവാസി മലയാളിയാണ്. 30 വർഷമായി, ഇത് 30ാമത്തെ വർഷമാണ് ഞാൻ കേരളം വിട്ട് മറ്റൊരു രാജ്യത്ത് താമസിക്കുന്നു. പക്ഷേ എൻ്റെ തൊഴിലിടം കേരളമായതുകൊണ്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തരാറുണ്ട്. അതുകൊണ്ട് എൻ്റെ അച്ഛനമ്മമാരെ കൂടെ ഇരുന്ന് അവരെ സ്നേഹിക്കുവാനും കെട്ടിപ്പിടിക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചിരുന്നു. പലപ്പോഴും ഞാൻ ആലോചിക്കും, എനിക്കതിന് സാധിച്ചു, പക്ഷെ എൻ്റെയും ശരത്തേട്ടൻ്റെയും ഒക്കെ, എൻ്റെ ഭർത്താവ് ശരത്തേട്ടൻ്റെയും ഒക്കെ അവസ്ഥ എന്താവുമെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രവാസി മലയാളികൾക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യം, നമ്മളെല്ലാം എക്സ്പാട്രിയേറ്റ്സ് ആണ്. എന്തൊക്കെ ഗോൾഡൻ വിസയുണ്ട് എന്തൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞാലും കുറച്ച് വർഷം കഴിയുമ്പോൾ പെട്ടിയൊക്കെ എടുത്ത് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നേ പറ്റൂ. തിരിച്ചു വന്നു കഴിയുമ്പോൾ എവിടെ, എന്ത് ചെയ്യും, ആരൊക്കെ ഉണ്ടാവും കൂടെ, ഇതൊക്കെ എന്നും എന്നെ അലട്ടിയിരുന്ന, സത്യസന്ധമായി പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ചെവിയിൽ സ്വകാര്യമായി ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് ചെയ്യും ശരത്തേട്ടാ, നമ്മളൊരു 10-15 വർഷം കഴിഞ്ഞ് തിരിച്ചിവിടെ വരുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളില്ല. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പല സ്ഥലത്താണ്. ദുബായിലുള്ളവരൊക്കെ ചിലർ കേരളത്തിൻ്റെ മറ്ററ്റത്ത്, ഒരാൾ തിരുവനന്തപുരത്ത്, ഒരാൾ കൊച്ചിൻ, കോട്ടയം, പല സ്ഥലത്താണ്. നമുക്കൊരു സുഹൃത്തുക്കളില്ലാതെ, ബന്ധുമിത്രാദികളില്ലാതെ എങ്ങനെയായിരിക്കും നമ്മൾ മുമ്പോട്ട് പോവുക? ഇപ്പോൾ തമാശയ്ക്ക് പറയായിരുന്നു, നമ്മളൊരു ഹോസ്പിറ്റലിൽ, വലിയ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, മിയോട്ട് ഹോസ്പിറ്റൽ പോലെ, അങ്ങനെ കേട്ടിട്ടുണ്ട് പണ്ട്, മിയോട്ട് ചെന്നൈയിൽ. നമ്മളൊരു ഡെപ്പോസിറ്റ് അവിടെ ചെയ്താൽ അവിടെ ഒരു ചെറിയ മുറി നമുക്ക് തരും. ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. പക്ഷെ അതൊരു ഹോസ്പിറ്റലാണ്. ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ നമുക്കുണ്ടാവും. ഇങ്ങനെ ചിന്തകൾ എന്നും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് ഞാൻ. പക്ഷെ ഇന്ന് എൻ്റെ മനസ്സിലൊരു കുളിർമഴയാണ് പെയ്തത്. സത്യം പറഞ്ഞാൽ വയസ്സായി എന്നൊരു തോന്നൽ നമുക്കുണ്ടാവാൻ പാടില്ല. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മുടെ മുന്നിൽ തെളിയിച്ചിട്ടുള്ള ഒരുപാട് പ്രഗത്ഭരുണ്ട്. വെറും നമ്പറാണ്, അല്ലെങ്കിൽ പ്രായം ജസ്റ്റ് കൂട്ടി വായിക്കാൻ പറ്റുന്നൊരു കാര്യം മാത്രമാണ്. എത്ര പ്രായം ചെന്നാലും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരാളെ കണ്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. എൻ്റെ അമ്മയ്ക്ക് 78 വയസ്സായി. എൻ്റെ ഗുരു ശ്രീമതി കലാമണ്ഡലം സുമതി. ഞാൻ വരുമ്പോൾ ഒരു 10-20 കുട്ടികളെ ഇരുന്ന് നൃത്തം പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രായം ഒരു നമ്പർ മാത്രമാണ്. പക്ഷെ എൻ്റെ അമ്മയുടെ ഉള്ളിലും അത്രയും വലിയൊരു കലാകാരിയുടെ, ഇന്ത്യ അംഗീകരിച്ചൊരു കലാകാരിയാണ്, ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളൊരു കലാകാരിയാണ്. അമ്മയുടെ ഉള്ളിലുമുള്ള ഒരു വിഷമം, ഒരുപാട് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ, അത് കേൾക്കാൻ, അതേ ഫ്രീക്വൻസിയിൽ മനസ്സിലാക്കുവാൻ കുറച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് നല്ലതായിരിക്കും. കലാമണ്ഡലത്തിലാണ് അമ്മ പഠിച്ചത്. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 3-4 മാസം കൂടുമ്പോൾ ഒരു ചെറിയ ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കും.
എല്ലാവരും 78, 80, 85 വയസ്സുള്ളവരാണ്. ഇവരെല്ലാം ഒരുമിച്ച് പോയി ഒരാളുടെ വീട്ടിലിരുന്ന് കുറേ സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ അമ്മ ഒരു പുതിയ ആളായിട്ടാണ് വരുന്നത്. എന്തൊരു സന്തോഷമാണ് അമ്മയുടെ മുഖത്ത്. അത് കാണുന്ന മകളുടെ മുഖത്ത്, എൻ്റെ മുഖത്തും ആ സന്തോഷമുണ്ട്. അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ആ ഒരു പ്രായമെത്തുമ്പോൾ 55 വയസ്സ് മുതലാണ് നമ്മളുടെ ഈ മനോഹര സ്വപ്ന ലോകം നമുക്കെല്ലാം മുന്നിൽ തുറക്കാൻ പോകുന്നത്. 55 വയസ്സല്ലേ? 55 വയസ്സെന്ന് വെച്ചാൽ വലിയ സമയമൊന്നുമില്ല അങ്ങോട്ട് ഓടിയെത്താൻ. കൈയെത്തിയാൽ ഒരു 5-8 വർഷം കഴിഞ്ഞാൽ എൻ്റെ കയ്യും എത്തിപ്പിടിക്കുന്ന പ്രായമാണത്. ആ സമയത്ത് നമ്മുടെ കൂട്ടുകാർ ഒരുമിച്ചാൽ, ആ കൂട്ടുകാരാരാണെന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ തീരുമാനിക്കാം അല്ലേ? എൻ്റെ ഏറ്റവും അടുത്ത 5-6 സുഹൃത്തുക്കൾ ഒരുമിച്ച് ഈ ഒരു പ്രോജക്റ്റിൽ നമ്മളുടെ അടുത്തടുത്ത വീടുകളെടുത്താൽ അതല്ലേ ഏറ്റവും വലിയ സ്വർഗം? അല്ലെങ്കിൽ അവിടെ വരുന്ന നമ്മളുടെ അതേ ചിന്തയിലുള്ള, അതേ പ്രായത്തിലുള്ള, അതേ സൗഹൃദമുള്ള ഒരുപറ്റം കൂട്ടുകാർ ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കോളേജ് കാലത്തേക്ക് പോകുമെന്നതിന് ഒരു സംശയവുമില്ല. ഞാൻ ഉറപ്പിക്കുന്നു, അവിടെ ഒരു സ്ഥലം ശ്രീ ശരത്തിനും ശ്രീമതി ആശാ ശരത്തിനുമായി ഞാൻ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാണ്. തീർച്ചയായിട്ടും എൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും. അതൊരിക്കലും ഒരു പ്രായമായി താമസിക്കുന്ന ഒരു കോൺസെപ്റ്റേ അല്ല. അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലും നമുക്ക് ആനന്ദിക്കാൻ അത്രയും മനോഹരമായ ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സ്വർഗമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എസറ്റിലേക്ക് കൊണ്ടുവന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എസറ്റ് ഹോംസിന് 2 ബ്രാൻഡ് അംബാസഡേഴ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രീ പൃഥ്വിരാജ്, മലയാളത്തിൻ്റെ മഹാനടൻ. മറ്റൊരാൾ ഞാനാണ്. ഞാൻ എന്തുകൊണ്ട് ബ്രാൻഡ് അംബാസഡറായെന്ന് എസറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ സുനിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഞാൻ എന്നുള്ളത്. അത് കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്. ഒരു വീട്ടമ്മയുടെ, അല്ലെങ്കിൽ നമുക്കടുപ്പം തോന്നുന്ന ഒരു നർത്തകിയുടെ, ഒരു അഭിനേത്രിയുടെ, എൻ്റേതെന്ന് തോന്നുന്ന ഒരു കൂടപ്പിറപ്പിൻ്റെ മുഖമാണ് എനിക്കെന്നുള്ളതാണ്. അതിലും വലിയൊരു പുരസ്കാരം എനിക്ക് മലയാളത്തിൽ നിന്ന് ലഭിക്കാനില്ല. വളരെയധികം സന്തോഷം. ഒരു പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബിൽഡറിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? പക്ഷെ അസറ്റ് ഹോംസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു പ്രൊജക്റ്റ് കൈമാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും, നിങ്ങളുടെ ഓരോരോ കഷ്ടപ്പാടിലും, നിങ്ങളുടെ ഓരോരോ ഒരു ചെറിയ പ്രോബ്ലം ആവട്ടെ, ഒരു പ്ലംബർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ ആവട്ടെ, അച്ഛനമ്മമാരെ കൈപിടിച്ച്, ഇന്ന് ഞാൻ ഒരമ്മയെ കൈപിടിച്ച് സ്റ്റേജിൽ കയറ്റിയപ്പം എനിക്ക് അഭിമാനമാണ് തോന്നിയത്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, അസറ്റ് ഹോംസിൻ്റെ ഡിലൈറ്റ് സർവീസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി ഞാൻ അസറ്റിലെ ഒരമ്മയെയാണ് കൈപിടിച്ച് വേദിയിലേക്ക് കൊണ്ടുവന്നത്. അതാണ് അസറ്റ് ഡിലൈറ്റ് സർവീസ്. എന്നും നിങ്ങളുടെ അമ്മമാർക്കൊപ്പം, നിങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം ഞങ്ങളുണ്ടാവും. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെയും ആവട്ടെ, അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ ഡിലൈറ്റ് സർവീസസിൻ്റെ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും. ഒരു കോൾ ചെയ്താൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്താൽ സ്നേഹത്തോടെ എൻ്റെ മുഖമുള്ള ഒരുപാട് അഞ്ജുവിൻ്റെ ഒരു ടീം ഓഫ് പീപ്പിൾ, ഞാനടക്കം നിങ്ങളുടെ മുന്നിലുണ്ടാവും. ആ സ്നേഹമാണ്, ആ ഒരു ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത്. ഒരുപാട് സന്തോഷം. ചിരിച്ച മുഖങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇനിയും സ്വാഗതം ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ടു യു ഓൾ. താങ്ക് യു.